ഞാൻ പറഞ്ഞില്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം ഈ സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഒത്തിരി മെസ്സേജ് കേട്ടിട്ടുള്ളതാണ്. ഏകദേശം 850 കള്ളപ്രവാചകന്മാർ കുടികുത്തി വാഴുന്ന കർമ്മേൽ എന്ന പട്ടണത്തിൽ, ഇസബേലിൻ്റെ ആഹാബിൻ്റെ ഭരണം നടക്കുന്ന, വാഴ്ച നടക്കുന്ന പട്ടണത്തിൽ പെട്ടെന്നൊരു പ്രവാചകൻ വന്ന് പറയാം, ഇനി എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടല്ലാതെ. ഇതാ ദൈവ പൈതൽ, ദൈവ അഭിഷിക്തൻ, ദൈവപുരുഷൻ എന്നൊക്കെ പറയുന്നത് ഇതാ. നമ്മളാണെങ്കിൽ ആ ഏരിയ പോതില്ല. നമ്മളാണെങ്കിൽ 850 കള്ളപ്രവാചകന്മാരൊക്കെ ഇരുന്ന് ആകാശത്ത് തീയൊക്കെ ഇറക്കിക്കൊണ്ട് അവർ അങ്ങനെ ചെയ്തവരാ, തീ ഇറക്കുകയും ഒക്കെ ചെയ്തവരാ. അതുകൊണ്ടാണ് അവർ എക്സ്പീരിയൻസ് കൊണ്ട് അവർ വീണ്ടും വന്നത്, ഏലിയ അവനെ വെല്ലുവിളിച്ചത്. നമ്മളാണെങ്കിൽ പട്ടണം നരികിലോ നമ്മൾ അവിടെ എല്ലാം പോരാട്ടോ പക്ഷേ അവിടെ നിന്നും പോയിട്ട് ഒരു കാര്യവും. അത്ര പോരാട്ടമുള്ള, അത്ര കുടികുത്തി വാഴുന്ന ആ മിസ്ത്രം 850 കള്ളപ്രവാചകന്മാർ മാത്രം പറയുന്ന പട്ടണത്തിൽ നിന്നുകൊണ്ട് ഏലിയാവ് പറഞ്ഞിരുന്നത്, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ. ഇത് പറയാം തൻ്റെ ഇടമുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓ റാബാഷാം, നിന്റെ കുടുംബത്ത്, നിന്റെ പട്ടണത്തിൽ, നിന്റെ ദേശത്ത്, നിന്റെ രാജ്യത്ത് ഇനി ഇവിടുത്തെ മന്ത്രവാദികൾ പറയുന്നതല്ല, ഇവിടുത്തെ പൈശാചിക മേഖലകൾ പറയുന്നതല്ല, ഇനി പ്രാർത്ഥിക്കുന്നവൻ പറയുന്നത് നിന്റെ വീടിനകത്ത് സംഭവിക്കണം. ഇന്നലെ വരെ നിന്റെ കുടുംബത്തെ, നിന്റെ ശരീരത്തോട് പൈശാചിക മേഖലകൾ വെല്ലുവിളിച്ചത്, അവനിട്ട വിത്തുകൾ മുളച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ കൃപയുള്ളവൻ വിളിച്ചു പറ, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ. ഈ പറഞ്ഞവൻ ദൈവത്തിന്റെ ദാസനാ. ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും ദൈവത്തിന്റെ ദാസിദാസന്മാരല്ല. ഈ പറഞ്ഞവൻ ദൈവത്തിന്റെ ദാസനാണെങ്കിൽ ഈ ഇരിക്കുന്ന നിങ്ങൾ ദൈവത്തിന്റെ മക്കളാ. We are the children of God. നാം ദൈവത്തിന്റെ മക്കളാ. അധികം ശക്തി നിന്റെ വാക്കിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ടെന്ന് ഈ പകൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. നീ പറയണം, നീ വാ തുറന്ന് പറയണം, പറയുന്നത് സംഭവിക്കും, പറയുന്നത് സംഭവിക്കും. ഇതൊരു ദൂതാ. ഇന്നലെ വരെ പൈശാചിക മേഖലകൾ പലതും, പല വിത്തും നിന്റെ വീടിനകത്ത് വിതച്ചെങ്കിൽ ഈ പകൽ പറ, എന്റെ വീടിനകത്ത്, എന്റെ തലമുറയിൽ, എന്റെ ബിസിനസ്സിൽ പിശാചേ നീ പറയുന്നതല്ല, പ്രാർത്ഥിക്കുന്ന ഞാൻ പറയുന്നത്. ആമേൻ.